So now we will see output statements in PHP. Okay, output statements. രണ്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ PHP യൂസ് ചെയ്യുന്നത്. ഒന്ന് echo, second one is print. രണ്ട് യൂസ് ചെയ്തത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്. ഇനി ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഡിഫറൻസ് ബോക്സിൽ കാണിക്കാം. Okay, echo can take multiple parameters. Okay, echo can take multiple parameters. But print can take only one parameter. Okay, this is the first difference. Second one is echo does not return any value. Okay, does not return any value, but print returns true for successful printing, otherwise false. Okay, അതായത് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രിന്റിങ് നടത്തി കഴിഞ്ഞാൽ ഇറ്റ് റിട്ടേൺസ് എ ട്രൂ. അഥവാ പ്രിന്റിങ് കറക്റ്റായിട്ട് നടത്തിയിട്ടില്ലെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ഫോൾസ്. ഓക്കെ, പക്ഷേ എക്കോ അങ്ങനെയല്ല. എക്കോ ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ. പ്രിന്റിങ് നടത്തിയോ നടത്തിയില്ലേ, ഔട്ട്പുട്ട് നടത്തിയോ നടത്തിയില്ല എന്നൊന്നും എക്കോ ഇൻഡിമേറ്റ് ചെയ്യില്ല. ഓക്കെ, മൂന്നാമത് ഇറ്റ് ഈസ് ഫാസ്റ്റ്, ഇറ്റ് ഈസ് സ്ലോ. ഇത് മൂന്നാണ് മെയിൻ ഡിഫറൻസ്. അപ്പോൾ മറക്കരുത്, echo can take multiple parameters but print can take only one parameter. Echo does not return any value. Print returns true if successful printing, otherwise it returns false. ഓക്കെ, ഇങ്ങനെ ഈ റിട്ടേൺ ഓക്കെ ഓരോ പ്രിന്റിങ് നടത്തി കഴിഞ്ഞാലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും, ഒന്നുകിൽ ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ പ്രിന്റ് ഈസ് സ്ലോ. ബട്ട് എക്കോ അങ്ങനെയല്ല. അത് പ്രിന്റിങ് നടത്തുക അല്ലെങ്കിൽ നടത്തിയിട്ടില്ല എന്നുള്ളൂ, അത് വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഫാസ്റ്റ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾ echo hi. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പ്രിന്റ് ഹായ്, ഒരു പ്രശ്നമില്ല, പ്രിന്റ് ഹായ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യും ഔട്ട്പുട്ടായിട്ട് ഹായ് എന്നുള്ള പ്രിന്റ് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞു echo can take multiple parameters എന്നുള്ളത് പറഞ്ഞു. അത് ഞാൻ കാണിക്കാം എങ്ങനെയാണ്, എന്താ ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാനുള്ള echo രണ്ട് വാല്യൂ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ $t = 1, $p = 2. ഓക്കെ, എനിക്ക് രണ്ട് പ്രിന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ് echo $t, $p. ഒരു പ്രശ്നമില്ല, ഔട്ട്പുട്ട് ആയിട്ട് 1, 2 ഇത് രണ്ട് പ്രിന്റ് ചെയ്യും. 1, 2 പ്രിന്റ് ചെയ്യും. പക്ഷെ ഇതിന് പറയാൻ പ്രിന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രിന്റ് $t, $p ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് റോങ്. കാരണം പ്രിന്റ് ഡസ് നോട്ട് ടേക്ക് മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ്, മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ മാറ്റി എഴുതിയത് എങ്ങനെ വേണം? പ്രിന്റ് $t, അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിന്റ് $p. ഇതാണ്. ഓക്കെ, പ്രിന്റിൽ ഒരു ആർഗ്യുമെന്റ്, ഒരു പാരാമീറ്റേഴ്സ് മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞത്. പക്ഷേ എക്കോ ക്യാൻ ടേക്ക് എനി നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രിന്റിങ് നടത്തി കഴിഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് റിട്ടേൺ ചെയ്യും, പക്ഷേ എക്കോ ഡസ് നോട്ട് റിട്ടേൺ ഈ വാല്യൂ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കാണിക്കാം. echo sum is equal to $t is equal to 1, $p is equal to 2 plus $p. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടുക. ഔട്ട്പുട്ട് ഇങ്ങനെ എഴുതും, സം is equal to $t എന്നാണ് 1 plus 2 ഇങ്ങനെ എഴുതാം. ഓക്കെ, 1 plus 2, സം is equal to 1 plus 2. ഇനി എനിക്ക് ഈ 1 and 2 ആഡ് ചെയ്തിട്ട് റിസൾട്ട് ആണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാറ്റം വരുന്നത് എങ്ങനെ? സം is equal to എന്നുള്ളത് മാത്രം ഡബിൾ കോട്ട്സിൽ ഇട്ടിട്ട് ബാക്കി കോമ ഇത് ഡബിൾ കോട്ട്സിൽ ഒഴിവാക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ echo സം is equal to അത് ഡബിൾ കോട്ട്സിൽ കോമ അടുത്ത പാരാമീറ്റർ ആയിട്ട് $t plus $p. അപ്പോൾ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുക സം is equal to ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള ആൻസർ 3 ഇങ്ങനെയാണ് ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് echo. ഇത് പ്രിന്റ് ഇതേപോലെ തന്നെ. ഓക്കെ, പക്ഷേ പ്രിന്റിൽ ഇതേ പറ്റില്ല, രണ്ട് സ്റ്റേറ്റ്മെന്റ് പാടില്ല. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ലൈനിൽ എഴുതണം മാത്രം. ഓക്കെ,
സോ അതാണ് എന്ത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ്. നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ PHP. നമുക്ക് എല്ലാം അറിയുന്ന പോലെ തന്നെയാണ് സിയിലൊക്കെ ഉള്ള അതേ ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്, കുറച്ച് അഡീഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന് മാത്രം. ഒരു ഓപ്പറേറ്റർ അരിത്മെറ്റിക് ഓപ്പറേറ്റർ, ഓക്കെ. ഓപ്പറേറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, ടു പെർഫോം ഓപ്പറേഷൻ നടത്താനുള്ളതാണ് എന്ത് ഓപ്പറേറ്റേഴ്സ്. ഓൺ ഓപ്പറൻഡിന്റെ മേലെ ഓപ്പറേഷൻ നടത്താനുള്ളതാണ് എന്ത് ഓപ്പറേറ്റേഴ്സ്. അപ്പം അതിൽ ഫസ്റ്റ് വൺ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, multiplication, division, modulus. Okay, then one more is there, that is this is called exponentiation. Okay, exponentiation. That is from a raised to, okay, a raised to 2. For example, $t is equal to 1. Sorry, $t is equal to 2. $p is equal to 5. Ini $q is equal to $t double star $p. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് $t, that is 2 raised to, okay, 2 raised to 5 എന്നാണ് ആൻസർ. 2 raised to 5 എത്രയാണോ, okay, 32. So $q ന്റെ വാല്യൂ, so now $q is equal to 32. ഓക്കെ, ഇങ്ങനെ എക്സ്പോണൻഷ്യൽ. ഓക്കെ, റൈസ് ടു എന്നുള്ള കാണാനുള്ള ഒരു പുതിയ സിമ്പിൾ ആണത് ഡബിൾ സ്റ്റാർ. ഓക്കെ, രണ്ടാമത്തെ ഓപ്പറേറ്ററാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, അസൈൻമെന്റ് ഓപ്പറേറ്റർ ടു അസൈൻ എ വാല്യൂ ടു എ വേരിയബിൾ. ഒരു വാല്യൂ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. ഏതാണ് ഈക്വൽ ടു. ദെൻ അനദർ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈസ് പ്ലസ് ഈക്വൽ ടു, minus is equal to, multiplication is equal to, division is equal to, modulus is equal to. Okay, this is called add and assign, subtract and assign, multiply and assign, divide and assign, and modulus and assign. Okay, ഈ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഇതിന്റെ പ്രീവിയസ് ക്ലാസ്സിൽ കണ്ടതാണ്. ഓക്കെ, ഈക്വൽ ടു നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ $t is equal to 1. ഓക്കെ, ഇതാണ് ഈക്വൽ ടു സൈൻ. ടു അസൈൻ എ വാല്യൂ ടു എ വേരിയബിൾ, ഒരു വാല്യൂ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാനാണ്. ഇനി പ്ലസ് ഈക്വൽ ടു എങ്ങനെ ബേസ് ചെയ്യാം, $t is equal to 1, $q is equal to 2, $m is equal to, sorry, $q plus equal to $t. This is the short form of $q is equal to $q plus $t. Okay, mark it. This is a short form of, okay, these are all short forms. Okay, എല്ലാം നമുക്ക് ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ഈസ് റിലേഷണൽ ഓപ്പറേറ്റർ. ഓക്കെ, ടു പെർഫോം കമ്പാരിസൺ ഓപ്പറേഷൻ. ഓക്കെ, ടു പെർഫോം കമ്പാരിസൺ ഓപ്പറേഷൻ. അതിൽ ഈക്വൽ ടു ഈസ് ദർ. ഓക്കെ, ദെൻ വൺ മോർ ട്രിപ്പിൾ ഈക്വൽ ടു. ഇവിടെ രണ്ട് വാല്യൂ ഈക്വൽ ആണോ ചെക്ക് ചെയ്യാണ്. അതിന്റെ വാല്യൂ ഈക്വൽ ആയാൽ തന്നെ ഇറ്റ് റിട്ടേൺ ട്രൂ, വാല്യൂ ഈക്വൽ അല്ലെങ്കിൽ റിട്ടേൺ ഫോൾസ്. പക്ഷെ ഈ 3 ഈക്വൽ ടു എന്നുള്ള കേസ് ആണെങ്കിൽ വാല്യൂ മാത്രം ഈക്വൽ ആയ പോരാ, അതിന്റെ ഡാറ്റ ടൈപ്പും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഓൾറെഡി ഞാനത് ജാവാസ്ക്രിപ്റ്റിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇവിടെ വാല്യൂ രണ്ട് വേരിയബിളിന്റെ വാല്യൂ മാത്രം ഈക്വൽ ആയാൽ മതി, ഡാറ്റ ടൈപ്പ് ഈക്വൽ ആണെന്നില്ല. പക്ഷെ ഈ കേസിൽ വാല്യൂ കണ്ടന്റും ഈക്വൽ ആവണം, അതുപോലെ തന്നെ ഡാറ്റ ടൈപ്പും ഈക്വൽ ആവണം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നോട്ട് ഈക്വൽ ടു. അതുപോലെ നോട്ട് ഈക്വൽ ടു നമുക്ക് വേറൊരു സ്റ്റൈലും പറയാം, ഇങ്ങനെയും പറയാം, നോട്ട് ഈക്വൽ ടു. ഓക്കെ, ഇത് നോട്ട് ഈക്വൽ ടു ആണ്, ഇത് നോട്ട് ഈക്വൽ ടു ആണ്. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. ദീസ് ആർ ദ റിലേഷൻ ഓപ്പറേറ്റേഴ്സ്. ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നാലാമത്തത് ലോജിക്കൽ ഓപ്പറേറ്റർ. ഓക്കെ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാ, ലോജിക്കൽ ആൻഡ്, ഇങ്ങനെയും പറയാം. ഇതിന് പകരം നമുക്ക് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യാം, ബോത്ത് ആർ സെയിം. ഓക്കെ, ആൻഡ് എന്താ, രണ്ട് ഓപ്പറൻസും ട്രൂ ആണെങ്കിൽ റിട്ടേൺ ട്രൂ. നെക്സ്റ്റ് വൺ ഓർ ഇങ്ങനെയും പറയാം, ഇതും പറയാം, രണ്ട് സെയിമിനാണ്. ദെൻ XOR. ഓക്കെ, ദെൻ നോട്ട്. ഓക്കെ, നോട്ട്. ഇതില്
ഇത് മാത്രമാണ് നിങ്ങളിപ്പം കാണാത്ത എക്സോർ. എക്സോർ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്താണ്, രണ്ടും ട്രൂ ആണെങ്കിൽ ഓക്കെ, ആൻഡ് രണ്ടും ടി ആൻഡ് ടി then it returns t. ഓക്കെ, രണ്ടും ട്രൂ ആണെങ്കിലാണ് ആൻഡ് എന്ത് ചെയ്യുക, ട്രൂ തരാം. ഓർ എപ്പോഴാണ് തരിക, ഏതെങ്കിലും ഒന്ന് ട്രൂ, ടി ഓർ ഫോൾസ്, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ തന്നെ ഇത് ടി തരും. പക്ഷെ എക്സോർ ഗേറ്റ് എപ്പോഴാണ് തരിക, രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ മാത്രം, രണ്ടും ഡിഫറെന്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ടി എക്സോർ ഫോൾസ് ഇറ്റ് റിട്ടേൺ ട്രൂ, ഫോൾസ് എക്സോർ ട്രൂ ഇറ്റ് റിട്ടേൺസ് ട്രൂ. ഇനി രണ്ട് ഈക്വൽ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ടി എക്സോർ ടി, രണ്ട് ഈക്വൽ ആണെങ്കിൽ ഇറ്റ് റിട്ടേൺ ഫോൾസ്. അതേപോലെ എഫ് എക്സോർ എഫ് ഉണ്ടോ, അപ്പൊ ഇവിടെ നോക്കി ഇത് രണ്ടും ഡിഫറെന്റ് ആണ്, അപ്പൊ ഇത് ട്രൂ തരും. രണ്ടും ഡിഫറെന്റ് ആണ്, പക്ഷെ ഇത് രണ്ട് ഈക്വൽ ആണ്, അപ്പൊ ഫോൾസ് തരും. ഇത് രണ്ട് ഈക്വൽ ആണ്, അഗൈൻ ഇറ്റ് റിട്ടേൺ ഫോൾസ്. മാർക്കർ അതാണിത് എക്സോർ. ഓക്കെ, നോട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇതാണിത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് string operator. Okay, string operator രണ്ടെണ്ണാണുള്ളത്. ഒന്ന് ഡോട്ട്, then dot equal to. Okay, dot എന്ന് വെച്ചാൽ to concatenate. Okay, to concatenate two strings, അല്ലെങ്കിൽ രണ്ട് സ്ട്രിങ് ജോയിൻ ചെയ്യാൻ ഓക്കെ യൂസ് ചെയ്യുന്നതാണ് എന്ത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഡോളർ ടി ഈസ് ഈക്വൽ ടു ഹായ്, ഡോളർ പി ഈസ് ഈക്വൽ ടു രാജു, then ഡോളർ എം ഈസ് ഈക്വൽ ടു ഡോളർ ടി ഡോട്ട് ഡോളർ പി. ഓക്കെ, അപ്പോൾ ഡോളർ എമ്മിന്റെ വാല്യൂ ഇപ്പം എന്തായിരിക്കും, ഡോളർ എമ്മിൽ ഇപ്പം എന്താ ഉണ്ടാവുക, ഹായ് രാജു. ഓക്കെ, ഡോളർ ടി ഉള്ള ഹായ്, ഡോളർ പി ഉള്ള രാജു, രണ്ട് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും. ഓക്കെ, അതാണ് എന്ത് ഡോളർ എമ്മിലേക്ക് കൊടുത്തത്. അപ്പോൾ ഡോളർ എമ്മിലുള്ള വാല്യൂ ഹായ് രാജു, മാർക്കർ. ഓക്കെ, അതേപോലെ തന്നെയാണ് ഡോളർ ഈക്വൽ ടു, നേരത്തെ നമ്മൾ പ്ലസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഡോളർ ഈക്വൽ ടു. ഓക്കെ, സോ ദീസ് ആർ ഓൾ ദ ഓപ്പറേറ്റേഴ്സ് ഇൻ PHP. ഓക്കെ, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ PHP. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പൊ എല്ലാ സിയിലും C++ഉം ജാവാസ്ക്രിപ്റ്റിലും ഒക്കെ ഉള്ളത് പോലെ തന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. അത് ഏതൊക്കെയാണ് നമുക്ക് അറിയുന്നതാണ്. ഒന്ന് ഈഫ്, സെക്കൻഡ് വൺ സ്വിച്ച്. ഈഫിൽ വെറൈറ്റീസ് ഉള്ളത് സിമ്പിൾ ഈഫ് ഉണ്ട്, ഈഫ് എൽസ് ഉണ്ട്, ദെൻ else if ladder, nested if. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, സിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ജാവാസ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. സ്വിച്ച് ഇതുപോലെ തന്നെയാണ്. ഓക്കെ, മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ സ്വിച്ച് ഈസ് എ മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതേപോലെ else if ladder ഈസ് ആൾസോ എ മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അത് ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ തന്നെ വൈൽ ലൂപ്പ് ഉണ്ട്, then do while loop ഉണ്ട്, then for loop ഉണ്ട്, one more is there for each loop. ഇതാണ് നിങ്ങൾ കാണാത്ത ലൂപ്പ്, for each loop. ഓക്കെ, ഇത് അറേയിൽ മാത്രം യൂസ് ചെയ്യുന്ന പ്രത്യേക ലൂപ്പാണ് for each loop. അപ്പോൾ നമ്മൾ അറേ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതിനെപ്പറ്റി കൂടുതൽ പറയും. ഒരു ചെറിയൊരു പ്രോഗ്രാം മാത്രം ഞാൻ കാണിക്കാം. ഇത് രണ്ടും എല്ലാം ഉള്ളത്. അതിന് മുൻപ് വൺ മോർ തിങ്, ദാറ്റ് ഈസ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ അറിയുന്ന കാര്യം തന്നെയാണ്. ബ്രേക്ക് കണ്ടിന്യൂ എല്ലാം സിയിലും C++ലും ജാവയിലും ജാവാസ്ക്രിപ്റ്റിലും ഒക്കെ ഉള്ളതാണ്. ബ്രേക്ക് എന്തിനാ, ടു എക്സിറ്റ് ഫ്രം എ ലൂപ്പ്, ഒരു ലൂപ്പിൽ നിന്ന് പുറത്തെടുക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. കണ്ടിന്യൂ എന്താണ്, കണ്ടിന്യൂ ആസ് യൂഷ്വൽ, അതായത് സ്റ്റോപ്പ് ദ കറന്റ് ഐറ്ററേഷൻ. ഓക്കെ, കറന്റ് ലൂപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ഐറ്ററേഷൻ. ഓക്കെ, നെക്സ്റ്റ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കറന്റ് ഐറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. ഒന്നും ചേഞ്ച് ഇല്ല, എല്ലാം ജാവാസ്ക്രിപ്റ്റിലും അതുപോലെ തന്നെ സിയിലൊക്കെ ഉള്ളത്. അതേപോലെ തന്നെയാണ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, ഇനി ചെറിയൊരു പ്രോഗ്രാം നോക്കുക. ഓക്കെ, 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യാൻ. follow
4 $i is equal to 1 $i less than or equal to 10 $i plus plus. Okay, this is the increment operator. Okay, increment operator. Then echo $i. Okay, ഇതെന്താ സംഭവിക്കുക? ആദ്യം $iന്റെ വാല്യൂ 1 ലെസ് ദാൻ or equal 10 ആണോ? യെസ്, നേരെ ആ 1 പ്രിന്റ് ചെയ്യും. ദെൻ i ഇൻക്രിമെന്റ് 2i, 2 ലെസ് ദാൻ or equal 10, യെസ്, ആ 2 പ്രിന്റ് ചെയ്തു. അങ്ങനെ 10 വരെ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പുറത്തിടും. ഓക്കെ, സോ ഇതാണ് എന്ത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ PHP. Okay, next class we will see the array. Thank you.